നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ ശ്രീ പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാലോ, മലയോര ജനതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഒട്ടനവധി സാമൂഹിക പ്രശ്നങ്ങൾ ശ്രീ പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ആ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മുന്നണി കേരളത്തിൽ UDF ആണ് എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് UDFുമായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള നിലയിൽ ഞങ്ങൾ UDFിൻ്റെ നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുള്ളത്. ഏകദേശം 5 മാസത്തിലേറെയായി UDF നേതൃത്വത്തിന് തൃണമൂൽ കോൺഗ്രസ് UDFിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ട്, എന്നാൽ നാളിതുവരെ UDFിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഈ കാര്യത്തിലൊന്നും യാതൊരു തീരുമാനവും എടുക്കാതെ അഴകുഴമ്പൻ സമീപനമാണ് തൃണമൂൽ കോൺഗ്രസിനോട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരരംഗത്തുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. 2 ദിവസം സമയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള UDF നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് 2 ദിവസത്തെ സമയം ഞങ്ങൾ UDF നേതൃത്വത്തിന് നൽകുകയാണ്. ആ 2 ദിവസം കഴിഞ്ഞാൽ നിലമ്പൂരിൽ ശ്രീ പി വി അൻവർ മത്സരരംഗത്തുണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം എടുത്തിട്ടുള്ളത്. ആ തീരുമാനം ഞങ്ങളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം 30-ാം തീയതി മഞ്ചേരി വെച്ച് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ നിയോജക മണ്ഡലത്തിൻ്റെ തീരുമാനം ഞങ്ങൾ അറിയിക്കും. ആ തീരുമാനം എക്സിക്യൂട്ടീവ് അംഗീകരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. അതായത് മത്സരവുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പി വി അൻവർ മത്സരരംഗത്തുണ്ടാവും. 2 ദിവസത്തിനുള്ളിൽ 2 ദിവസം ഞങ്ങൾ UDFിൻ്റെ നേതൃത്വത്തിന് കൊടുക്കുന്നൊരു സമയമാണ്. UDF നേതൃത്വത്തിന് സമയം കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? UDFിന് 2 ദിവസം സമയം കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ UDFിൻ്റെ ഭാഗമായി ഞങ്ങളെ ഘടകകക്ഷിയായി അംഗീകരിക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ഡിമാൻഡ് ഉണ്ടല്ലോ. ആ ഡിമാൻഡ് അംഗീകരിക്കണം. ആ അംഗീകാരം UDF നേതൃത്വം എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി, UDFിന് UDFിൻ്റെ വഴി എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. ഇത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ അൻവർ മത്സരിക്കും. ഇനി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അപ്പം മത്സരത്തിൽ തീർച്ചയായിട്ടും മത്സരിക്കണം എന്നുള്ളതാണ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രീ അൻവറിനോടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളുടെ മേൽ കമ്മിറ്റിയോടും അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. ഇത് വിലപേശന കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ ആ ഒരു 5 മാസം മുമ്പ് കൊടുത്തൊരു കത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേനാൾ വിലപേശുകയാണെന്ന് പറയുന്നിടത്ത് എന്താ ന്യായമുള്ളത്? മത്സരത്തിൽ നിന്ന് പിന്നോട്ട് അല്ല, അതാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ പി വി അൻവർ ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ UDF മുന്നണിക്ക് സാധ്യമാവുള്ളൂ. അത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന UDF ആണല്ലോ അത് കൈകാര്യം ചെയ്യേണ്ടത്. അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഞങ്ങൾ UDFിൻ്റെ ഭാഗമാകുമ്പോഴല്ലേ അത് സാധ്യമാവുള്ളൂ. അവിടെ അൻവർ മത്സരത്തിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ UDFിൻ്റെ ജയത്തെയാണ് വലിയ തോതിൽ ബാധിക്കുക. അത് LDFിൻ്റെ വിജയത്തെ അൻവർ ഉന്നയിച്ചതിന് വിപരീതമായി LDFിൻ്റെ വിജയത്തിലേക്ക് വഴിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകൂലേ? ഞങ്ങൾ മത്സരിക്കുന്നത് പി വി അൻവർ മത്സരരംഗത്ത് വന്ന അൻവറിനെ ജയിപ്പിച്ചെടുക്കാൻ ഉള്ള സാഹചര്യം നിലമ്പൂരുണ്ട്. പി വി അൻവർ നിലമ്പൂർ സ്ഥാനാർത്ഥിയായി വന്നാൽ പി വി അൻവർ ജയിക്കാവുന്ന സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടല്ലോ. പിന്നെന്താ മറ്റാരെങ്കിലും ജയിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഏതില് അത് UDFിൽ നിലവിലുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, നിലവിലുള്ള കക്ഷികൾ, ആ കക്ഷികൾക്ക് തുല്യമായ പ്രാധാന്യത്തോടു കൂടി ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്ന് സഹകരിക്കുക, അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പോസിബിൾ അല്ല. അതൊക്കെ വെറുതെ പറയുന്നതല്ലേ. നമുക്കറിയാലോ, കേരള രാഷ്ട്രീയത്തിൽ, പ്രാദേശിക രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഏതൊക്കെ കൂട്ടുകെട്ടുകൾ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. ഞങ്ങളെ ഉൾക്കൊള്ളാൻ എന്തെങ്കിലും തരത്തിലുള്ള മടിയുണ്ടെങ്കിൽ അതിന് സഹായകരമാവുന്ന വാക്കുകൾ, മുടന്തൻ ന്യായങ്ങളെ ആയിട്ട് അതിനെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഈ മുന്നണിയുടെ ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മുന്നണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് ശരിയാണോ? എങ്ങനെ? മുന്നണിയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെ ആ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അല്ല, അത് ഞാൻ പറയട്ടെ, നിലമ്പൂർ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് പി വി അൻവർ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ? ആ ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അല്ല, പിടിവാശി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ജനാധിപത്യ പ്രസ്ഥാനമല്ലേ. ആ ജനാധിപത്യ പ്രസ്ഥാനത്തിനോട് ഒരു നീതി കാണിക്കണ്ടേ? ആ നീതി കാണിക്കണില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ വഴി സ്വീകരിക്കേണ്ടി വരും.
ഈ ഘടകകക്ഷിയാക്കുക എന്നത് മാത്രമാണോ ഉദ്ദേശം, അതോ അടുത്ത തവണ ജയസാധ്യതയുള്ള ഒരു സീറ്റ് എന്നൊരു ആവശ്യം? അല്ല, അടുത്ത തവണ 2026 പൊതു തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യം അതൊന്നും ഇപ്പോൾ കൂട്ടാനും കിഴിക്കാനും ഒന്നും കഴിയുന്ന കാര്യമല്ലല്ലോ. ഇപ്പോൾ ഘടകകക്ഷിയാക്കുക, നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിന് ഞങ്ങളെ കൂടി അതിൻ്റെ ഭാഗമാക്കുക എന്നുള്ള ഡിമാൻഡാണ് ഞങ്ങൾക്ക് വെക്കാനുള്ളത്. സ്ഥാനാർത്ഥിക്ക് തീർച്ചയായും അസോസിയേഷനൊന്നും അത് പ്രായോഗികമല്ല. ഘടകകക്ഷി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, UDFലെ മറ്റ് കക്ഷികളെ പോലെയുള്ള പരിഗണന. ഘടകകക്ഷിയായിട്ട് ഉൾപ്പെടുത്തിയാൽ ഇത്തരത്തിൽ പ്രചരണത്തിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാൻ അതൊരു മുന്നണീൻ്റെ ഭാഗമാകുമ്പോൾ ആ മുന്നണീൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വരില്ല. അല്ല, അതൊക്കെ ആരോപണങ്ങൾ പിന്നെ ഞാൻ പറയട്ടെ, മുന്നിലും അതേമാതിരിയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതൊന്നും പിന്നെ ഘടകകക്ഷിയായി മാറുന്നതോട് കൂടി അതിൻ്റെ വിജയസാധ്യത ഞങ്ങളെയും കൂടിയും ബാധ്യതയായി മാറില്ലേ? അല്ല, ഇന്നലെ തന്നെ പറഞ്ഞത് CPM-മായി ചർച്ച നടത്തിയ ആളാണെന്നുള്ളതാണ് പറഞ്ഞത്. CPM-മായി ഈ സ്ഥാനാർത്ഥി ചർച്ച നടത്തിയ ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത്. സുഹൃത്തെ, അങ്ങനെ പല കാര്യങ്ങളും രാഷ്ട്രീയത്തിൽ പലതും പണ്ടൊക്കെ നടന്നിട്ടുണ്ടല്ലോ. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയസാധ്യത എത്രത്തോളം നിങ്ങൾ കാണുന്നത്? അല്ല, അത് ഞങ്ങൾ ഇപ്പോൾ വെച്ചൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്താ? ഞങ്ങൾ വെച്ച ഡിമാൻഡിന് ഞങ്ങൾ പിന്നെ ഘടകകക്ഷിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ ഘടകകക്ഷിയാക്കി മാറ്റാൻ സാധ്യതയില്ലെങ്കിൽ ഞങ്ങൾ മത്സരരംഗത്ത് വരിക എന്നുള്ളതാണ്. ഞങ്ങൾ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ആര്യാടൻ ഷൗക്കത്തിന് വിജയസാധ്യത ഉണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, പല നേതാക്കളും അൻവറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് വരുമോ? അതാണ് ഞങ്ങൾ 2 ദിവസം ലീഗ് നേതാക്കളെ കാണുന്നുണ്ട്. PV അൻവർ ലീഗ് നേതാക്കളെ മാത്രമല്ല, UDFലെ പല ചെറിയ കക്ഷികളും നിലവിലെ ഘടകകക്ഷികളായിട്ടുള്ള കക്ഷി നേതാക്കളൊക്കെ അൻവറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ല, ഞങ്ങൾ പറഞ്ഞ കാര്യം നടക്കണം.